ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഫ്രൈഡ് റൈസാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ഒട്ടും കുഴയാതെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ വളരെ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഇതാ ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇവ നന്നായി വഴറ്റി വരട്ടെ. അടുത്തതായി 1 കിലോ കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വെള്ളം തോരാനായി വച്ചിട്ടുള്ളതാണ്. ഇതിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി മാറ്റി വെച്ച കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. ഇവിടെ ഈ റൈസ് വേവിച്ച് ഊറ്റിയാണ് എടുക്കുന്നത്. ഇതാ ഇവിടെ വറുത്ത് മാറ്റി വെച്ച കൈമ റൈസ് ചോറ് വേവിക്കുന്നത് പോലെ വേവിച്ച് ഊറ്റിയെടുക്കാം. ഇതാ ഇവിടെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല ഈ പരുവത്തിൽ വറുത്തെടുക്കണം. ഇതിനെ ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്ത ശേഷം പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് ചോറ് പരസ്പരം ഒട്ടാതിരിക്കാനാണ്. ഇതിൽ നെയ്യ് ചേർത്ത് വറുത്തിട്ടുള്ളതുകൊണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവയും കൂടി ചേർത്ത് നന്നായി തിളക്കട്ടെ. ഇതാ ഇവിടെ തിള വന്നിട്ടുണ്ട്. ഇതിനെ പ്രഷർ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാ ഇവിടെ തെർമൽ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് സമയം വരെ അടച്ചു വയ്ക്കുക. ഇതാ കാണാൻ സാധിക്കും, ചോറ് വെന്ത് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ പെർഫെക്റ്റായ ചോറ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഊറ്റിയെടുക്കാം. അടുത്തതായി നെയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവ നന്നായി നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. അടുത്തതായി ഗ്രാമ്പു, പട്ട ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്നട്ട് ഇത്രയും വഴറ്റിയെടുത്ത ശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് റൈസ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന ക്യാരറ്റ്, ബീൻസ് ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി വീണ്ടും അടുത്ത ലെയറായി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും അടുത്ത ലെയറായി വെജിറ്റബിൾ വഴറ്റിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ബാക്കിയിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായി വെജിറ്റബിൾസ് വഴറ്റിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. റൈസ് പരസ്പരം ഉടഞ്ഞു പോകാനായി പാടില്ല. വളരെ പതുക്കെ വേണം ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ ചോറ് മുറിഞ്ഞു പോകും. വളരെ പതിയെ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ബിരിയാണി ഇല, രമ്പ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇവയും ചേർത്ത് കൊടുത്ത ശേഷം ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ വളരെ പെർഫെക്റ്റായ രുചികരമായ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ പെർഫെക്റ്റായ ഫ്രൈഡ് റൈസ് ലഭിക്കും.
കുട്ടികൾ ഫ്രൈഡ് റൈസ് ചോദിക്കുമ്പോഴേക്കും ഇതുപോലെ ഒരു പ്രാവശ്യം തയ്യാറാക്കി കൊടുക്കുക. വളരെ രുചികരമായ ഒന്നാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.